നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസസ്മെൻ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഏതൊക്കെ തരത്തിലുള്ള പേഴ്സണാലിറ്റി ടെക്നിക്സുകളും മെത്തേഡ്സുകളും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ടെക്നിക്സുകളുണ്ട്. നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റും പ്രൊജക്റ്റീവ് ടെസ്റ്റുമാണ്. ഈ നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ പ്രധാനമായും അതിനെയും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സബ്ജക്റ്റീവ് ടൈപ്പും ഒബ്ജക്റ്റീവ് ടൈപ്പും. ഈ സബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്ന ടെസ്റ്റുകളാണ് കേസ് ഹിസ്റ്ററി, ഓട്ടോബയോഗ്രഫി, ക്വസ്റ്റ്യനെയർ, ഇൻ്റർവ്യൂ. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്നവയാണ് ഇൻവെൻ്ററീസ്, ഒബ്സർവേഷൻ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, സോഷ്യോഗ്രാം, സിറ്റുവേഷൻ ടെസ്റ്റ്, അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്നിവ. അപ്പോൾ നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റ് രണ്ട് തരമാണ്, സബ്ജക്റ്റീവും ഉണ്ട് ഒബ്ജക്റ്റീവും ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തത് പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ്. പ്രധാനപ്പെട്ട പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് റോർഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്, സൈക്കോ ഡ്രാമ, സോഷ്യോ ഡ്രാമ. ഇത്രയാണ് പ്രധാനപ്പെട്ട പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ. ഇനി നമുക്കതിൽ ഓരോന്നായിട്ട് പരിചയപ്പെടാം. നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ സബ്ജക്റ്റീവിൽ വരുന്നതാണ് കേസ് ഹിസ്റ്ററി. നമുക്കറിയാം, കേസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മളൊരാളെ സ്റ്റഡി ചെയ്യാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പാസ്റ്റ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ആ പേഴ്സണെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്യണം. പിന്നെ ആ സബ്ജക്റ്റിൻ്റെ പേരൻസ്, അവരുടെ ഫോർ ഫാദേഴ്സ്, അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ട്രഡീഷൻസ്, അവരുടെ ഇൻട്രാക്ഷൻസ്, ഫാമിലിയുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു, ഫാമിലി മെമ്പേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ്, പാരൻസിന് ഈ പിന്നെ സബ്ജക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ബർത്ത് സമയത്ത് ആ സബ്ജക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, പിന്നെ ഈ സബ്ജക്റ്റിനെ എങ്ങനെയാണ് ഡെലിവറി നടത്തിയത്, അവൻ്റെ ആ സമയത്തുണ്ടാകുന്ന ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു, പഠനം തുടങ്ങിയത് ഏത് സമയത്താണ്, സംസാരിച്ചത് ഏത് സമയത്താണ്, അങ്ങനെ അവൻ്റെ എല്ലാ ഹിസ്റ്ററികളും, രോഗം, പിന്നെ ഫാമിലി എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചിട്ടുണ്ടെങ്കിലോ, റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ വ്യക്തിയെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും നമ്മൾ കേസ് ഹിസ്റ്ററിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് കേസ് ഹിസ്റ്ററി അനലൈസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെക്കുറിച്ച് തന്നെ സ്വയം എഴുതുന്നതാണ്, അല്ലെങ്കിൽ ഒരു കേസ് ആ വ്യക്തിയെക്കുറിച്ച് തന്നെ അവൻ്റെ ലൈഫ് ഓഫ് ഹിസ്റ്ററി എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഇതിന് അടുത്തത് ക്വസ്റ്റ്യനെയർ ആണ്. അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡിസ്ക്രൈബ് സർട്ടൻ ഇമോഷൻസ്, ട്രെയ്റ്റ്സ്, ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടുന്ന തരത്തിലുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റോ അടങ്ങിയതാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. പിന്നെ ക്ലോസ്ഡ് ഫോമും ഉണ്ട്, ഓപ്പൺ ഫോമും ഉണ്ട്. ക്ലോസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ നിശ്ചിതമായിട്ട് അതിന് കുറച്ച് ആൻസർ കൊടുത്തിരിക്കും, അതിലേതെങ്കിലും ആ സബ്ജക്റ്റ് ചൂസ് ചെയ്യണം. ഓപ്പൺ ഫോം ആണെന്നുണ്ടെങ്കിൽ കൃത്യമായ സബ്ജക്റ്റിന് ഒരു ആൻസർ സ്വന്തമായിട്ട് എഴുതാൻ, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ എന്താണെന്ന് ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്നതായിരിക്കും ഓപ്പൺ ഫോം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇൻ്റർവ്യൂ ആണ് അടുത്തൊരു ടെക്നിക്ക്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫേസ് ടു ഫേസ് മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷനാണ്. ഡേറ്റ കളക്ട് ചെയ്യാനുള്ളൊരു ഫേസ് ടു ഫേസ് ഇൻഫർമേഷനാണ്, ഒരു ഫേസ് ടു ഫേസ് ടെക്നിക്കാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പേഴ്സണാലിറ്റി ഇൻവെൻ്ററീസ് ആണ്. അത് പേഴ്സണാലിറ്റി ഇൻവെൻ്ററീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, നമ്മുടെ അബ്നോർമാലിറ്റീസ്, നമ്മുടെ ബിഹേവിയറിസം, അങ്ങനെ മാലഡ്ജസ്റ്റ്മെൻറ്റ്, ഇതിനെക്കുറിച്ചെല്ലാം അടങ്ങിയ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റ്യനെയർ ആണ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററീസ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒരു സെൽഫ് അപ്രൈസ് ടൂളായിട്ട് നമുക്ക് ഈ ഇൻവെൻ്ററീസിനെ ഉൾപ്പെടുത്താം. ദെൻ അടുത്ത ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നേരിട്ട് നമ്മൾ കണ്ടുപിടിക്കാം. ഒരു കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് സിറ്റുവേഷനിൽ ഒബ്സർവ് ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ചെക്ക് ലിസ്റ്റ് ആണ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വൈൽ പ്രിപ്പയറിംഗ് എ ചെക്ക് ലിസ്റ്റ് ടു ഇവാലുവേറ്റ് സ്റ്റുഡൻസ് ബിഹേവിയർ, ടീച്ചർ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ബിഹേവിയർ ഫ്രം ഹിസ് ഓർ ഹെർ കോൺസ്റ്റൻറ്റ് ഒബ്സർവേഷൻ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ബിഹേവിയർ. അപ്പോൾ ഒരു ടീച്ചർ ടീച്ചറിൻ്റെ കുട്ടിയെക്കുറിച്ച്
ഓരോ ദിവസവും ഒബ്സർവ് ചെയ്യുന്ന ചില പ്രത്യേക ട്രെയ്റ്റ്സുകൾ അല്ലെങ്കിൽ ക്യാരക്ടറുകൾ അല്ലെങ്കിൽ ബിഹേവിയറുകളുണ്ട്. ആ ബിഹേവിയറിനെ ഓരോ കുട്ടിയെയും ആ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ചെയ്യുക. അതായത് ഇതിനൊരു എക്സാമ്പിൾ, ഒരു ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടേബിളിൽ പിന്നെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന, പിന്നെ അടുത്ത റോയിൽ അതിൻ്റെ ട്രെയ്റ്റ്സാണ് പറഞ്ഞേക്കുന്നത്. കം ഓൺ ടൈമിലാണോ കുട്ടി വരുന്നത്, വർക്ക് ഫിനിഷ് ചെയ്യുന്ന ഓൺ ടൈമിലാണോ, ഫ്രണ്ട്ലി ആണോ, ഇൻട്രാക്ഷൻ ആണോ, ഹോണസ്റ്റി ആണോ, കോപ്പറേഷൻ, അങ്ങനെ ട്രെയ്റ്റ്സ് താഴോട്ട് പറയും. റൈറ്റിലോട്ട് നോക്കിക്കേ, 1, 2, 3, 4 എന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ഓരോ ട്രെയ്റ്റും എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ അനലൈസ് ചെയ്യുക, ചെക്ക് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുത്തിട്ട് പോകുക. ഇതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഒരെണ്ണമാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ്സ് എ ഡിഗ്രി or amount of the behavior for the thing being measured. നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡിഗ്രീസ് എത്രത്തോളം അവനതുണ്ട് എന്നുള്ളത് നമുക്ക് ആ ഇതിൽ കൂടെ അറിയാൻ പറ്റും. പോയിൻറ്റ് സ്കെയിലായിരിക്കും, ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിലിൽ പോയിൻറ്റ് സ്കെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് പിന്നെ 1 മുതൽ 9 വരെ 9 പോയിൻറ്റ് സ്കെയിൽ വരെ നമ്മൾ സാധാരണ 7 പോയിൻറ്റ് സ്കെയിൽ വരെയാണ് സാധാരണ കൊടുക്കാറ്. അടുത്തത് ഒരു മെത്തേഡ് ഓഫ് പെയ്ഡ് കമ്പാരിസൺ ഉണ്ട്. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അതിനോട് നമ്മൾ ഈക്വൽ, ബെറ്റർ, വേഴ്സ് എന്ന് ഉള്ള പിന്നെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ആണെങ്കിൽ റെയർലി, സംടൈംസ്, യൂഷ്വലി, ഹൈലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുക. പിന്നെ മാൻ ടു മാൻ റേറ്റിംഗ് സ്കെയിലുണ്ട്. പിന്നെ ഈ റേറ്റിംഗ് ഓഫ് ദ പേഴ്സൺ ഈസ് ഡൺ ബൈ കമ്പയറിങ് ഹിം ടു എ പേഴ്സൺ ഓൾറെഡി റേറ്റഡ് ആൻഡ് അസൈൻഡ് എ പൊസിഷൻ ഓൺ ദ സ്കെയിൽ. അപ്പോൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു റേറ്റിംഗ് സ്കെയിലിനെ ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും ആ സ്കെയിലിൽ അവൻ്റെ പൊസിഷൻ എത്രമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള റേറ്റിംഗ് സ്കെയിലും ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഒരെണ്ണമാണ് സോഷ്യോഗ്രാം. അത് നമ്മൾ ക്ലാസ് റൂമുകളിലെ സോഷ്യൽ ഇൻട്രാക്ഷൻ, കുട്ടികൾ തമ്മിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഈ സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. ക്ലാസ് റൂമിൻ്റെ സോഷ്യൽ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഈ റൗണ്ടിൽ കുട്ടികളുടെ നമ്പേഴ്സാണ്, ABCD എന്ന് പറയുന്ന നമ്പേഴ്സാണ് കാണിക്കുന്നത്. അതിൽ പെയറുകളുണ്ട്, ചെയിൻ ഉണ്ട്, ഐസൊലേറ്റഡ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ക്ലിക്ക് ഉണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. ഇപ്പോൾ പെയർ എന്ന് പറയുന്നത് 2 കുട്ടികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പെയർ എന്ന് പറയാം. ഇവിടെ ഒരു പെയർ കാണിച്ചേക്കുന്നത് KN എന്ന് പറയുന്ന 2 കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അവരെ പെയർ എന്ന് പറയാം. അടുത്ത നോക്കിക്കേ, AJBF, ഇത് ഈ 4 കുട്ടികൾ ഒരു ചെയിനായിട്ടാണ് പോകുന്നത്. അടുത്ത നോക്കിക്കേ, ഈ DMI എന്ന് പറയുന്ന അവർ 3 പേരും തമ്മിലെന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് മാറി 3 പേര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്, അവരെയാണ് ക്ലിക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ K എന്ന് പറയുന്ന കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ ആ K അവിടെ സ്റ്റാറാണ്. അടുത്തത് പറയുന്നതൊക്കെ ഒരു കുട്ടി മാറി നിൽക്കുന്നുണ്ട്, ആരെയും ഇഷ്ടപ്പെടുന്നില്ല, അവനെയും ആരും ഇഷ്ടപ്പെടുന്നില്ല, അവൻ ആ ക്ലാസ്സിൽ ഐസൊലേറ്റഡ് ആണ്. അപ്പം ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അവനെ ഐസൊലേറ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ക്ലാസ് റൂമിൽ ഒരു ഇൻട്രാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്നതാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് സിറ്റുവേഷൻ ടെസ്റ്റ്. സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഈസ് ഒബ്സർവ്ഡ് ഇൻ എ ഗ്രൂപ്പ് സിറ്റുവേഷൻ ആൻഡ് കണ്ടീഷൻ. ഒരു പിന്നെ സിറ്റുവേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ ഒരു വ്യക്തിയെ ഗ്രൂപ്പായിട്ട് നമ്മൾ കൊടുക്കും. ആ ഗ്രൂപ്പായിട്ട് കൊടുക്കുമ്പോൾ ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ആ വ്യക്തിയെയോ നമ്മൾ ഒബ്സർവ് ചെയ്യുക. പിന്നെ ആ സിറ്റുവേഷനിൽ അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അവൻ്റെ പെരുമാറ്റ രീതി എങ്ങനെയാണ്, പിന്നെ അത്തരത്തിൽ എന്തെങ്കിലും ചെറിയ ടെസ്റ്റുകളൊക്കെ നോക്കിക്കൊണ്ട് അവനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അങ്ങനൊരു പിന്നെ ആ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരെ നോട്ടീസ് ചെയ്തിട്ട് ഒരു പ്രത്യേക വ്യക്തിയെ നമുക്ക് സിറ്റുവേഷൻ ടെസ്റ്റ് കൊടുത്ത് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അടുത്തത് അനക്ഡോട്ടൽ റെക്കോർഡാണ്. അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നതും ഇതുപോലെ ടീച്ചേഴ്സ് ഒരു അക്കാഡമിക് ഇയറിൽ ആ ഒരു കുട്ടിയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ അവൻ്റെ പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആ ക്ലാസ്സിലെ ലൈഫ് പിന്നെ റെക്കോർഡായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക. കുട്ടിയുടെ ബിഹേവിയർ, അവൻ്റെ ആ ഒരു പിന്നെ ബിഹേവിയറൽ ചേഞ്ചസ് തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെയാണോ എന്നുള്ളത് ഡിസ്ക്രിപ്റ്റ് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുന്നതിനാണ് അനക്ഡോട്ടൽ റെക്കോർഡെന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ പിന്നെ
നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ, റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് പിന്നെ ഇൻറ്റേർണൽ ആറ്റിറ്റ്യൂഡ്, ട്രേറ്റ്സ്, ബിഹേവിയറൽ പാറ്റേൺ ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലി, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ സാധാരണ പിന്നെ ഈ നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ കൂടെ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ കൂടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. പല പ്രൊജക്റ്റീവ് മെത്തേഡ്സുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കംപ്ലീഷൻസ് ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, പെയിൻറ്റ് വിത്ത് ഫിംഗർ, ഹാൻഡ് റൈറ്റിംഗ് സാമ്പിൾസ്, അങ്ങനെ പല തരത്തിലുള്ള അസോസിയേഷൻ ടെസ്റ്റുകളും നമ്മൾ ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റിനകത്തിൽ ഉപയോഗിക്കാറുണ്ട്. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റാണ്. റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റാണ്. പിന്നെ ഇങ്ക് ബ്ലോട്ടുകളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതായത് മഷിയുടെ നിറങ്ങളായിട്ടൊരു 10 കാർഡ്സാണ്. അതിനകത്തിൽ പ്രത്യേക തരത്തിലുള്ള പിന്നെ സൈക്കോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ആ കാർഡുകൾ കൊടുത്തിട്ട് ഓരോ കാർഡിനെയും എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് കുട്ടികളോട് ചോദിച്ചു, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രത്യേകതയ്ക്ക് അനുസരിച്ച്, അല്ലാതെ അവരെ എക്സാമിൻ ചെയ്യുന്ന അവരുടെ ഒബ്സർവേഷൻ അനുസരിച്ച്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ എമോഷണൽ ഫങ്ഷനിങ്ങിനനുസരിച്ച് അവർ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അവർ ഡിറ്റക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്ത് അവർ പറഞ്ഞു തരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്നെ ടെസ്റ്റാണ് റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഹെർമൻ റോർഷാക്കാണ് അത് കണ്ടുപിടിച്ചത്. പിന്നെ പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ വരുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട 10 കാർഡുകളാണത്. 10 കാർഡാണ്. 10 കാർഡിലും ഈ പിന്നെ കളർ അതിൽ നോക്കിക്കോളൂ, 1, 2, 3, 4, 5 എണ്ണം കളർ മഷികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി 5 എണ്ണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മഷികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ കാർഡിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും ഇൻ്റർപ്രിട്ടേഷൻസും ഉണ്ട്. ആ ഇൻ്റർപ്രിട്ടേഷൻസിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്, അവൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ആകാശത്ത് മേഘങ്ങളെ കാണുമ്പോഴത്തേക്കിന് നമുക്ക് ആ മേഘങ്ങൾക്ക് വിവിധ രൂപങ്ങൾ നമ്മൾ കാണും. ഒരു ആടിൻ്റെ രൂപം കാണും, ചിലപ്പോൾ പിന്നെ എന്താ ഒരു വലിയ പഞ്ഞിക്കെട്ട് പടർന്നു പോകുന്ന കാണാം. അങ്ങനെ പലരും പല രീതിയിലാണ് നമ്മൾ അതിനെ വീക്ഷിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇതാണ് റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റിലെ ആ 10 കാർഡുകൾ. ഓക്കെ, പിന്നെ ആ കാർഡിൻ്റെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ approximately 18 by 24 centimeter in size. Each of the blot has near perfect bilateral symmetry. അത് ബൈലാറ്ററൽ സിമെട്രി രീതിയിലാണ് കേട്ടോ. ഈക്വലി ഈ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തൊരു ബൈലാറ്ററൽ സിമെട്രിക്കൽ രീതിയിലാണ് അത് പോകുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട്, കളറിലുള്ള കാർഡുകളും ഉണ്ട്. പിന്നെ ബ്ലാക്ക് ഇങ്ക്, 2 are of black and red ink and 3 are multicolored on a white background. After the test, subject has seen a respondent to all the ink blot. പിന്നെ ഈ ഇങ്ക് ബ്ലോട്ടിൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഇങ്ക് ബ്ലോട്ടിൽ അവൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അസസ് ചെയ്തിട്ട് tester then presents them again one at a time in set of sequence for the subject to study. The subject is asked to note where they see what they originally saw and what make it look like that. അപ്പോൾ ആക്ച്വലി അതെന്താണെന്നുള്ള കാര്യവും അവൻ അതിനെ എങ്ങനെയാണ് കണ്ടതെന്നുള്ള കാര്യവും കൃത്യമായിട്ട് അസസ് ചെയ്യുന്ന ആൾ അവനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് കാർഡ് റൊട്ടേറ്റ് ചെയ്തിട്ട് ആണ് അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്ന റിലേറ്റഡ് ഫാക്ടേഴ്സും പിന്നെ സച്ച് ആസ് വെദർ പെർമിഷൻ ടു റൊട്ടേറ്റ് ദം ഈസ് ആസ്ക്ഡ്, മേ എക്സ്പോസ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആൻഡ് നോർമലി കോൺട്രിബ്യൂട്ട് ടു ദ അസസ്മെൻറ്റ്. As the subject is examining the ink blots, the psychologist write down everything the subject says or does. No matter how trivial, analysis of responses is recorded by the test administrator using tabulation and scoring sheet and if required സെപ്പറേറ്റ് ലൊക്കേഷൻ ചാർട്ട്. അപ്പോൾ ഓരോ ചാർട്ടിനകത്തിലും പറഞ്ഞിരിക്കുന്ന അതിൻ്റെ പിന്നെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയത്തിനനുസരിച്ച് ആ കുട്ടികൾ അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എങ്ങനെയാണോ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ആ റെസ്പോണ്ട് ഷീറ്റിൽ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം അവരെങ്ങനെയാണെന്നുള്ള കാര്യം അത് വ്യക്തമായിട്ട് അവരിലേക്ക് അത് പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ? ഇതാണ് ആ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്.
അതിലെ 1, 2, 3 ഫുൾ ബ്ലാക്കാണ്, നോക്കിക്കൊള്ളുക. 3 ഫുൾ പിന്നെ മൾട്ടി കളേർഡാണ്, ഒരെണ്ണം വൈറ്റാണ്, വൈറ്റ് ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്ത കളറാണ്, 2 ബ്ലാക്കും കളറും കൂടെ ചേർന്നതാണ് കളർ. അപ്പോൾ ഓരോന്നിനും ഇങ്ങനെ കൃത്യമായിട്ട് ഓരോന്നും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ട് ആ കാർഡിലല്ല അവരുടെ ചാർട്ടിൽ എഴുതിയിട്ടുണ്ടാവും. കുട്ടികൾ പറയുന്നതും ഈ ചാർട്ടിൽ പറയുന്നതും വെച്ച് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് അവരുടെ പേഴ്സണാലിറ്റിയെ അസസ് ചെയ്യുന്നു. ഇതാണ് റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഉള്ളത് ദ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റാണ്. ഈ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് TAT എന്ന് പറയും. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ദാറ്റ് ഇൻവോൾവ്സ് ഡിസ്ക്രൈബിങ് ആംബിഗ്യുവസ് സീൻസ്, പോപ്പുലർലി നോൺ ആസ് ദ പിക്ചർ ഇൻ്റർപ്രിട്ടേഷൻ ടെക്നിക്സ്. മറ്റേ കാർഡ് പോലെ തന്നെ കുറേ പിക്ചർ റെപ്രസെൻറ്റേഷൻ ചെയ്ത കുറച്ച് കാർഡുകൾ കൊടുക്കും. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഹെൻറി എ മുറേ ആൻഡ് ക്രിസ്റ്റീന ഡി മോർഗൻ അറ്റ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഇൻ 1930s. 1930 പിന്നെ ഹെൻറി എ മുറേയും ക്രിസ്റ്റീന ഡി മോർഗനോട് ചേർന്നിട്ടാണ് ഈ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് കൊണ്ടുവന്നത്. കുറച്ച് സീൻസ് അടങ്ങിയതാണ്. കൃത്യമായ ഒരു പേപ്പറിനുള്ളിൽ കുറേ സീൻസുകൾ ഇങ്ങനെ കൊടുക്കും. ആ സീൻ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുകയാണ് ഈ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പിക്ചർ കാർഡുകളാണ്. വെറൈറ്റി ഓഫ് സീൻസ്, ക്യാരക്ടേഴ്സ് അതിനകത്തിൽ കാണും, ഇൻക്ലൂഡിങ് മെൻ, വുമൻ ആൻഡ് ചിൽഡ്രൻ, സീൻ ആൻഡ് സിറ്റുവേഷൻ. എന്നിട്ട് ഈ ചിലപ്പോൾ അതിനകത്ത് ആണുങ്ങളായിരിക്കും, പെണ്ണുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സീൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം. എന്നിട്ട് അത് വെച്ചിട്ടൊരു ഡ്രാമാറ്റിക് സ്റ്റോറി ഉണ്ടാക്കാൻ പറയുക. ഓരോന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇവൻ്റ് എങ്ങനെ നടന്നു, അല്ലെങ്കിൽ എന്താണ് ആ സീനിൽ കാണുന്നത്, ആ ക്യാരക്ടേഴ്സിൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ്, ആ സ്റ്റോറിയുടെ ഔട്ട്കം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ പിക്ചർ കാർഡിൽ നിന്ന് ചോദിച്ചിട്ട് അവരോട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പറയും. ഇത് 31 പിക്ചർ കാർഡുകളാണുള്ളത്. മുറേ ഒറിജിനലി റെക്കമെൻഡഡ് യൂസിങ് അപ്രോക്സിമേറ്റ്ലി 20 കാർഡ്സ് ആൻഡ് സെലക്ടിങ് ദോസ് ദാറ്റ് ഡെപ്പിക്റ്റഡ് ക്യാരക്ടർ സിമിലർ ടു ദ സബ്ജക്റ്റ്. 31 കാർഡാണ്, അതിനകത്തിലെ 20 കാർഡുകളാണ് പിന്നെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രാക്ടീഷണേഴ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ 5 and 12, 5 മുതൽ 12 കാർഡുകൾ വരെയൊക്കെയാണ് അവർ സെലക്ട് ചെയ്തിട്ട് ഈ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിക്ചർ കാർഡുകളാണ്. പിക്ചർ കാർഡുകളിൽ ഓരോ പിന്നെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു അത് വെച്ചിട്ട് ഈ വ്യക്തിയോട് ചോദിക്കുക, നിങ്ങൾ എന്താണ് അതിനകത്തിൽ കാണുന്നത്, അവരുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് വെച്ചിട്ട് ഒരു കഥ നിർമ്മിക്കുക, അല്ലെങ്കിൽ ഒരു സീൻ നിർമ്മിക്കുക, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് അവരോട് ചോദിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കുക. അതാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റാണ്. അത് നമുക്കറിയാവുന്നതാണ്. നമ്മളൊരു സെൻറ്റൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കും, അത് ഫിനിഷ്ഡ് ആക്കാൻ പറയുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുക. ദെൻ അടുത്തത് സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റാണ്. അതൊരു ടാസ്ക് ഓഫ് ദ സബ്ജക്റ്റ് ഈസ് ടു കംപ്ലീറ്റ് ദ സ്റ്റോറി. ഒരു ചെറിയ കഥയുടെ ഹിൻഡ് കൊടുത്തിട്ട് ആ കഥ കംപ്ലീറ്റ് ആക്കാൻ പറയുക, എന്നിട്ട് അവരുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുക. ദെൻ വേർഡ് അസോസിയേഷൻ ടെസ്റ്റാണ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് വേർഡ്സുകൾ മാത്രമാണ് കൊടുക്കുന്നത്. മറ്റേ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് സെൻറ്റൻസിനെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. A test in which the participant must be complete as unfinished sentence by filling in the specific missing word or phrase. ഏതെങ്കിലും മിസ്സിംഗ് വേർഡോ ഫ്രൈസോ ചേർത്തുകൊണ്ട് ആ സ്റ്റോറിയെ അല്ലെങ്കിൽ ആ സെൻറ്റൻസിനെ കംപ്ലീറ്റ് ചെയ്യുകയാണ് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള വേർഡുകൾ കൊടുക്കുക, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു അസോസിയേഷൻ ഫോമിൽ പുതിയ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുക. അതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റിൽ പറയുന്നത്. ദെൻ അടുത്തത് ഡ്രോ എ പേഴ്സൺ ടെസ്റ്റാണ്. DAP എന്ന് പറയും. അത് ഒരു സൈക്കോളജിക്കൽ പ്രൊജക്റ്റീവ് പേഴ്സണാലിറ്റി ഓർ പിന്നെ കൊഗ്നിറ്റീവ് ടെസ്റ്റ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ഫോർ എ വെറൈറ്റി ഓഫ് പർപ്പസ്. ഇറ്റ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ഹി ചൈൽഡ് ഡ്രോവിങ് എ ഹ്യൂമൻ ഫിഗർ റെപ്രസെൻറ്റ് ഹിസ് ഓൺ റിലേഷൻ ടു ഹിസ് എൻവയോൺമെൻറ്റ്. എന്തെങ്കിലും ഒരു പടം വരയ്ക്കാൻ പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ കൊടുത്തോ അല്ലാതെ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പടം വരയ്ക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ ബിലീഫ്, അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ഒരു പടം വരയ്ക്കുക. എന്നിട്ട് ആ പടത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അവൻ്റെ പേഴ്സണാലിറ്റിയെ അസസ് ചെയ്യുക. അതാണ് ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സൈക്കോ ഡ്രാമയാണ്.
സൈക്കോഡ്രാമ ഈസ് ആൻ ആക്ഷൻ മെത്തേഡ് ഓഫൺ യൂസ്ഡ് ആസ് എ സൈക്കോതെറാപ്പി. ഒരു സൈക്കോതെറാപ്പിയാണത്. ഇൻ വിച്ച് ക്ലയൻസ് യൂസ് സ്പോണ്ടേനിയസ് ഡ്രമാറ്റൈസേഷൻ, റോൾ പ്ലേയിങ് ആൻഡ് ഡ്രമാറ്റിക് സെൽഫ് പ്രസൻറ്റേഷൻ ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഗെയിൻ ഇൻസൈറ്റ് ഇൻ ടു ദെയർ ലൈഫ്സ്. അപ്പോൾ ഒരു സിറ്റുവേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഒരാൾക്കൊരു റോൾ കൊടുക്കുകയാണെങ്കിൽ ആ റോൾ അവന് കിട്ടിക്കഴിയുമ്പം അവൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് അതങ്ങ് മാറും. അവൻ്റെ റോൾ അവൻ പ്ലേ ചെയ്തിട്ട് ഒരു സെൽഫ് പ്രസൻറ്റേഷൻ, അവനിൽ നിന്ന് എന്താണ് ആ സിറ്റുവേഷനിൽ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കാത്ത തന്നെ പല കാര്യങ്ങളും അവൻ അതിനകത്തത് പ്രസൻറ്റ് ചെയ്തിരിക്കും. അതിനകത്തിൽ കൂടെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവൻ്റെ പേഴ്സണാലിറ്റി നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് സൈക്കോ ഡ്രാമ എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യോ ഡ്രാമയാണ്. സോഷ്യോ ഡ്രാമ എന്ന് പറയുന്നത് ഒരു ഡ്രാമാറ്റിക് പ്ലേ തന്നെയാണ്. സെവറൽ ഇൻഡിവിജ്വലാണ്, ഒരുപാട് ആൾക്കാരാണ് അതിനകത്തിൽ ആക്ട് ചെയ്യുന്നത്. അവർക്ക് കൊടുത്തിരിക്കുന്ന അസൈൻ റോൾ അവരെ ആക്ട് ചെയ്തിട്ട് അതിനകത്തും തന്നെ സ്റ്റഡിങ് ആൻഡ് റെമഡിങ് പ്രോബ്ലംസ് ഇൻ ഗ്രൂപ്പ് ഓർ കളക്റ്റീവ് റിലേഷൻഷിപ്പ്. ആ ഒരു ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുകയും അവരുടെ കളക്റ്റീവ് റിലേഷൻഷിപ്പിനെ നമ്മൾ കണ്ടെത്തുകയും ചെയ്യുന്ന തരത്തിലുള്ളതാണ് സോഷ്യോ ഡ്രാമ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സോഷ്യൽ സയൻറ്റിസ്റ്റ് ജേക്കബ് എൽ മൊറീനോ ആണ് അത് കൊണ്ടുവന്നത്. ഈ സോഷ്യൽ ഡ്രാമ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്ന അദ്ദേഹമാണ്. കളക്റ്റീവ് ട്രോമ ആൻഡ് കറണ്ട് ഈവൻറ്റ്, സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ, പ്രജുഡിസ്, ഇൻ്റർപേഴ്സണൽ ടെൻഷൻ ആൻഡ് ജസ്റ്റിസ് ആൻഡ് റീഹാബിലിറ്റേഷൻ, അതിനൊക്കെ വേണ്ടിയാണ് ഈ സോഷ്യോ ഡ്രാമ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായല്ലോ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സോഷ്യോ ഡ്രാമ, സൈക്കോ ഡ്രാമ, ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ദെൻ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ദെൻ ഏതാ പറഞ്ഞത്, റോർഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. ഇത്രയാണ് നമ്മുടെ പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? അനക്ഡോട്ടൽ റെക്കോർഡ്, സിറ്റുവേഷൻ ടെസ്റ്റ്, സോഷ്യോഗ്രാം, റേറ്റിംഗ് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ്, ഒബ്സർവേഷൻ, പേഴ്സണാലിറ്റി ഇൻവെൻട്രീസ്, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്യനെയർ, ഓട്ടോബയോഗ്രഫി, കേസ് ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? റോർഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്, സൈക്കോ ഡ്രാമ, സോഷ്യോ ഡ്രാമ. ദെൻ നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. സബ്ജക്റ്റീവ് ടെസ്റ്റും ഉണ്ട്, ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഉണ്ട്. സബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേസ് ഹിസ്റ്ററി, ഓട്ടോബയോഗ്രഫി, ക്വസ്റ്റ്യനെയർ, ഇൻ്റർവ്യൂ. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഇൻവെൻറ്ററീസ്, ഒബ്സർവേഷൻ, ചെക്ക് ലിസ്റ്റ്, rating scale, sociogram, situation test and anecdotal records. Okay, thank you.